ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ വീഡിയോ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നതേ ക്രിസ്റ്റിമോൾ ടീച്ചർ, നമ്മുടെ LDF സ്ഥാനാർത്ഥി, തുറവൂർ മുനിസിപ്പാലിറ്റി 14-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി ക്രിസ്റ്റിമോൾ ടീച്ചറിന്റെ അടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ CMS LP സ്കൂള് CC ഇടപ്പള്ളിച്ചിറ CCയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ 14-ാം വാർഡിനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ടീച്ചറിനോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ടീച്ചറെ, നമ്മുടെ ഈ 14-ാം വാർഡ്, ഇപ്പൊ എനിക്ക് തോന്നുന്നു ടീച്ചർ ഒരു ന്യൂ ഫേസാ നമ്മുടെ ഈ ഒരു 14-ാം വാർഡിൽ. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മളെ ഇലക്ഷന് വേണ്ടി ഫസ്റ്റ് ആയിട്ട് വീടുകളൊക്കെ കയറുന്നത്. എന്തായിരുന്നു പ്രതികരണം? ഞാൻ ആദ്യമായിട്ട് വീടുകൾ കയറിയപ്പോൾ എനിക്ക് നല്ല പ്രതികരണം തന്നെ കിട്ടി. അതിന് കാരണം എനിക്ക് മുന്ന് ഇവിടെ ഉണ്ടായിരുന്ന കൗൺസിലർ ഡോക്ടർ അജേഷ് മനോഹർ, അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. അദ്ദേഹം നമ്മുടെ വാർഡിന്റെ ഒരു മൂലയിൽ മാത്രമല്ല, വാർഡിലെ എല്ലാ മൂലയിലും തന്നെ വികസനം എത്തിക്കുകയും ഓരോ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ചെയ്യാവുന്ന മാക്സിമം, അദ്ദേഹത്തിന് കഴിയാവുന്ന മാക്സിമം പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ വീട്ടിലും ധൈര്യമായി കയറി ചെന്ന് വോട്ട് ചോദിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു അവസരവും ഞാൻ ചെന്നിടത്തെല്ലാം എനിക്ക് നല്ല പ്രതികരണമാണ് കിട്ടിയത്. നമ്മുടെ വീഡിയോയിൽ ആദ്യം കാണിച്ചിട്ടുണ്ട് ഡോക്ടർ അജേഷ് മനോഹർ. നമ്മൾ 14-ാം വാർഡില് കുറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു 14-ാം വാർഡിലെ ജനങ്ങൾക്ക് എല്ലാം തന്നെ അറിയാം. എങ്കിലും ചില കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് നമ്മുടെ എതിർ പാർട്ടിക്കാര് അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ പറയുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചെറിയ ന്യൂനതകളൊക്കെ കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് പരമാവധി ഒരു 2-3 ടൈമിൽ നിൽക്കുന്ന ഒരു വാർഡ് മെമ്പർ ചെയ്യേണ്ട കാര്യം അദ്ദേഹം ഒറ്റ ടൈമിൽ ചെയ്തു കഴിഞ്ഞു എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അജേഷ് മനോഹർ ചെയ്തു വെച്ച കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി പത്രമായിട്ട് ടീച്ചർക്ക് ഇവിടെ വികസനമായിട്ടും ടൂറിസമായിട്ടും അല്ലെങ്കിൽ ആളുകളുടെ മറ്റു രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് ടീച്ചറുടെ മനസ്സിൽ എന്തൊക്കെയുണ്ടെന്നൊന്ന് ചോദിച്ചു നോക്കാം. എന്തൊക്കെയാണ് മനസ്സിൽ? അദ്ദേഹം ചെയ്ത വികസനത്തിന്റെ ബാക്കിയായിട്ട് ഞാൻ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഇടപ്പള്ളിച്ചിറ കുളത്തിന്റെ അവിടെ ഇപ്പോ കുറച്ച് ഭാഗമാണ് ഷീറ്റ് ഇട്ടുള്ളൂ. അതിന്റെ ബാക്കി ഭാഗത്തോടെ ഷീറ്റ് ഇട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒന്ന് വന്നിരുന്ന് കളിക്കാൻ പാകത്തിന് ചെറിയ പാർക്ക് പോലെയൊക്കെ ചെയ്യുക. ഒപ്പം തന്നെ ഞാൻ പറയട്ടെ, നമുക്ക് ഈ ഒരു സാംസ്കാരിക കേന്ദ്രം നമ്മുടെ ഈ ഇടപ്പള്ളിച്ചിറയില്ല. അതേപോലെ തന്നെ നമുക്കൊരു നല്ല ഒരു ലൈബ്രറി, അതേപോലെയുള്ള നമുക്കൊരു വായനാശീലം നമ്മുടെ നാട്ടിൽ വരണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ല. ഇത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, ഒരു 10 വർഷം മുമ്പ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഇവിടുന്ന് ഏതോ രീതിയിലൊക്കെ അത് പോയി. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ടീച്ചർ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ടീച്ചർക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റുമല്ലോ. അതിപ്പോ നമ്മുടെ ലൈബ്രറി അല്ലെങ്കിൽ അങ്ങനെയുള്ള സാമൂഹ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോ എനിക്ക് അധികാരത്തിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും. കാരണം അത് നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഏറ്റവും ഉപകാരമുള്ള കാര്യമാണ്. കുട്ടികളെ വായനാശീലം വളർത്തി എടുക്കുന്നത് നമുക്ക് വളരെ ഉപകാരപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും. നമ്മുടെ ഈ ഒരു ഇടപ്പള്ളിച്ചിറയിലെ ഏക സ്കൂളാണ് നമ്മുടെ ഇടപ്പള്ളിച്ചിറ CMS LP സ്കൂള്. അപ്പൊ ഈ ഒരു LP സ്കൂളിന്റെ ഒരു ശോചനീയാവസ്ഥ എന്താന്ന് വെച്ചാല് കുട്ടികൾ വളരെ കുറവാണ്, അല്ലെ ടീച്ചറെ? കുട്ടികൾ വളരെ കുറവാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു നമ്മുടെ ഒരു ടീച്ചറിനെ നമ്മൾ ജയിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇടപ്പള്ളിച്ചിറ സ്കൂളിലോട്ട് കൂടുതൽ കുട്ടികളെ നമുക്ക് ഒരു വിദ്യാഭ്യാസപരമായിട്ട് നമ്മുടെ ആളുകളെ ഒന്ന് ബോധവൽക്കരിക്കുകയും കൂടുതൽ കുട്ടികളെ നമ്മൾ ഈ ഒരു സ്കൂളിലോട്ട് കൊണ്ടുവരികയും സാധിക്കും എന്നാണ് ഉറപ്പ്. അങ്ങനെയാണോ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മുടെ സ്കൂളിൽ ഇപ്പം പൊതുവെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരായാലും പേരൻസ് ചിന്തിക്കുമ്പോൾ സ്കൂൾ ഒരു പഴയ സ്കൂള്, അതിന്റെ ചുറ്റുപാട് നോക്കിയാലും വലിയ വലിപ്പമില്ല, കളി ഉപകരണങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല. അതിന്റെ ഒപ്പം തന്നെ പറയട്ടെ, ഈ ഒരു നമ്മൾ മറ്റുള്ള സ്കൂളിലോട്ട് കുട്ടികൾ പോകുന്നത് തന്നെ അവിടെ കൂടുതൽ കാര്യങ്ങൾ ഇതിനേക്കാളും ഉണ്ട്. അപ്പൊ നമ്മുടെ സ്കൂളിന്റെ കുറച്ച് വികസനം കൂടെ അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നതാണ്, എന്നാൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവിടെ ചെയ്ത് സ്കൂളില് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് അതിന്റെ ആ പോരായ്മകളൊക്കെ പരിഹരിച്ചെടുത്ത് സ്കൂൾ മാനേജ്മെന്റുമായിട്ട് ആലോചിച്ച് തന്നെ അതിന്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് സ്കൂള് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് കഴിയുന്ന പോലെ ഞാൻ ചെയ്യും. അപ്പൊ നമ്മുടെ ഇടപ്പള്ളിച്ചിറ വാർഡെന്നല്ല, നമ്മുടെ കേരളത്തിലുള്ള മിക്ക വാർഡുകളിലും നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ് പെൻഷൻ. അപ്പൊ ആ ഒരു പെൻഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ടീച്ചർ പറയും. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ വാർഡിൽ ഏതാണ്ട് 110 പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ മേടിക്കുന്ന, അങ്ങനെ പെൻഷൻ മേടിക്കുന്ന ആൾക്കാരുണ്ട്. അത് കൂടാതെ തന്നെ ഇപ്പൊ പുതിയതായിട്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് പെൻഷന്റെ സ്കീം വരുന്നുണ്ട്. സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ട് അത് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ അത് പിങ്ക് കാർഡും യെല്ലോ കാർഡും റേഷൻ കാർഡുള്ള സ്ത്രീകൾക്ക് 1000 രൂപ പ്രതിമാസം പെൻഷൻ കിട്ടുന്ന ഒരു സ്കീം വരുന്നുണ്ട്. പിന്നെ യുവജനങ്ങൾക്ക് ഒരു പുതിയ അതുകൂടാതെ യുവജനങ്ങൾക്ക് ഇപ്പൊ +2 കഴിഞ്ഞ് ഇരിക്കുന്ന യുവജനങ്ങൾക്ക് 35 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് മാസം 1000 രൂപയുടെ ഒരു സ്കോളർഷിപ്പ്. കാറ്റഗറി ഇല്ല, സ്കോളർഷിപ്പ് ആയിട്ടുള്ളതാണ് എല്ലാവർക്കും. അപ്പൊ നമ്മുടെ ഈ പെൻഷന്റെ കാര്യം എല്ലായിടത്തും നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന് എതിരെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്.
പക്ഷെ എല്ലായിടത്തും തന്നെ ഒരേപോലെ കിട്ടുന്നുണ്ട് എന്നല്ലേ? ഇപ്പൊ അത് പെൻഷൻ എല്ലാവർക്കും തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പെൻഡിങ് വന്ന ഒരു മാസത്തെ കൂടെ കൂട്ടി ഈ മാസം ഇപ്പം പെൻഡിങ് വന്നാലും അത് അടുത്ത മാസം കൂട്ടി കിട്ടുന്നുണ്ട്. എല്ലാവർക്കും തന്നെ ഇപ്പം പുതുതായിട്ട് 2000 രൂപ ആക്കിയത് കൂടാതെ തന്നെ ഒരു മാസത്തെ പെൻഡിങ് കിടന്നതും കൂടെ കൂട്ടി എല്ലാവർക്കും 3600 രൂപ വെച്ച് ഈ മാസം കിട്ടിയിട്ടുണ്ട്. പിന്നെ പൊതുവായിട്ട് ഒരു കാര്യം പറയാനുള്ളത് സ്പോർട്സ് ആട്ടോ. നമ്മുടെ കുട്ടികള് ടർഫില് പോയി കളിക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. നമ്മുടെയൊക്കെ കുട്ടിക്കാലഘട്ടത്തില് നമ്മൾ റബ്ബർ തോട്ടത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും പാടത്തൊക്കെ കളിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ അത് കുട്ടികൾ ടർഫിലോട്ട് മാറി. ഇപ്പൊ ടർഫിലോട്ട് മാറുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം 100 രൂപ ആ ഒരു രീതിയിൽ കൊടുത്തിട്ട് വേണം കളിക്കാൻ. അപ്പൊ നമ്മുടെ ഏരിയകളിലൊന്നും കളിസ്ഥലങ്ങളൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു കളിസ്ഥലങ്ങളൊക്കെ ഇനി നമ്മൾ കണ്ടെത്തുകയും ഓരോ വാർഡ് മെമ്പർമാർ കണ്ടെത്തുകയും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്നുള്ള ആ രീതിയിൽ എങ്ങനെയാണ്? ആ രീതിയിൽ അതിന് ചെയ്യാൻ പറ്റിയ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ചെയ്യും ചെയ്യും. തീർച്ചയായിട്ടും. എല്ലാവരോടും പൊതുവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയണ്ടോ? എല്ലാവരോടും പൊതുവായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ 14ാം ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന കൗൺസിലർ വികസനങ്ങൾ ഒരുപാട് ചെയ്തിട്ടാണ് പോയത്. അദ്ദേഹത്തിന്റെ വികസനത്തിന്റെ ഒരു ഭാഗവാക്കാകുവാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അതിന് എനിക്ക് തന്നെ പറ്റില്ല. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ആവശ്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും മത്സരമാണോ 14ാം വാർഡ്? അങ്ങനെ വിശ്വസിക്കുന്നു. എന്നാലും നിങ്ങളുടെ ഏവരുടെയും വിലയേറിയ സമ്മതിദാന അവകാശം ഞാൻ കണ്ടു, സംസാരിച്ചു. അപ്പൊ എന്തായാലും നമ്മള് 14ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി ക്രിസ്റ്റിമോളുടെ അടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ടീച്ചർക്ക് നല്ലൊരു അവസരം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാല്, നല്ല രീതിയിൽ എല്ലാവരും സഹകരിച്ചൊരു വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളും എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യുമെന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മള് അടുത്തൊരു വീഡിയോയില് നമ്മുടെ ഈ 14ാം വാർഡിലെ തന്നെ UDF സ്ഥാനാർത്ഥിയുടെ അടുത്താണ് പോകുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബൈ.